നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഒരുപറ്റം ആളുകൾ AD 70 ഭീകരമായ ടൈറ്റസിന്റെ ആക്രമണ ഘട്ടത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ ചേരവൽ പെരുമാറിന്റെ കാലത്ത് സ്തോത്രം കൊച്ചി മേഖലയുടെ ഭാഗത്ത് എത്തിച്ചേർന്നു. 100 കണക്കിന് വർഷങ്ങൾ അവരവിടെ പാർത്തു. 100 കണക്കിന് വർഷങ്ങൾ. ഒരു കൊച്ചുദാഹരണം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് ഒരു ടൂർ പോവുകയാണെന്നിരിക്കട്ടെ. ദൈവദാസന്മാരും നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടൂർ പോവുകയാണ്. യാത്ര തമിഴ്നാട് വഴി നേരെ യാത്രയാകുകയാണ്. പക്ഷെ വണ്ടി യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു 100-100 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ വഴിതെറ്റിപ്പോയി. നമ്മൾ അവിടെ ചിതറിപ്പാർത്തു. അങ്ങനെ നമ്മുടെ മക്കളുടെ 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 മക്കൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ അപ്പൂപ്പന്മാര് വന്ന സ്ഥലത്തേക്കൊന്ന് തിരിച്ചു പോകണം. അങ്ങനെ ഒരു 10,000-2000 കൊല്ലം കഴിഞ്ഞ് ഇവരെല്ലാരും കൂടെ തിരിച്ച് ഈ സ്ഥലത്തോട്ട് മടങ്ങി വരുന്നൊരു പ്രക്രിയ ഉണ്ടാകൂ? ചരിത്രത്തിലുണ്ടാകുകയില്ല. എന്നാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 10,000-ഓളം ആളുകൾ യൂദത്തെരുവിന്റെ പരിസരങ്ങളിൽ നിന്ന് കടന്നു ചെന്നിട്ട് കൊച്ചി തെരുവ് സൃഷ്ടിച്ച് ചായക്കട വരെ വെച്ച് അവിടെ കഴിയുന്നു. ഇനിയും കൊങ്കൺ മേഖലയിൽ 3 സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ കപ്പലടിഞ്ഞ് വന്നു കയറിയ മറ്റ ആളുകൾ 80,000 പേർ ബോംബെ, താന, പൂന മേഖലയിൽ നിന്ന് പലസ്തീന്റെ മണ്ണിലേക്ക് തിരിച്ചു ചെന്ന് അവിടെ കഴിയുന്നു. തീർന്നില്ല. എന്തിന്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഒരുപറ്റം ആളുകളിൽ രക്തപരിശോധന നടത്തപ്പോൾ ജൂയിഷ് ബ്ലഡിന്റെ Y ക്രോമോസോം തിരിച്ചറിഞ്ഞു. 400 ചില്ലുവാനം ആളുകളെ വിസ കൊടുത്ത് നമ്മുടെ രാജ്യത്ത് നിന്നും നേരെ ഇസ്രയേലിലേക്ക് കുടികയറ്റി 6,000 പേർക്ക് പാസ്പോർട്ട് കൊടുത്ത് നമ്മുടെ ഇന്ത്യയിൽ നിർത്തിയിരിക്കുന്നു തിരിച്ചു കൊണ്ടുപോകാൻ. എന്താ കാര്യം? നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വരുത്തുമെന്ന് മോശയിലൂടെ അരുളി ചെയ്ത വചനം നമ്മുടെ കൺമുൻപിൽ നിവർത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ ദൈവമക്കൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങേണ്ടവരല്ല. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്താൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഇത് കാലാവസ്ഥയുടെ വിവേചനമല്ല, ഇത് കാലഘട്ടത്തിന്റെ വിവേചനമാണ്. ദൈവത്തിന് സ്തോത്രം. ലോക ചരിത്രത്തിന്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായത് മധ്യപൂർവ്വ പ്രദേശം. മനുഷ്യവർഗത്തിന്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായ സ്ഥലം തന്നെ മനുഷ്യവർഗത്തിന്റെ ആ ചുടലക്കളമായി മാറണം. അതിനൊരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടണം. ആ മഹായുദ്ധത്തിന്റെ പുറകിൽ അറബി രാജ്യങ്ങളിൽ നിന്നും ഇറാൻ എന്ന ഒരു ജനത മുൻപിൽ വരണം. ആ ജനതയോടുകൂടി അറബി രാജ്യങ്ങൾ കൈകൊടുക്കണം. അതിന്റെ പുറകിൽ റഷ്യ അവർക്ക് പിന്തുണയായി രംഗത്ത് വരണം. അമേരിക്കയും കാനഡയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ അവരെ എതിർത്തുകൊണ്ട് പലസ്തീന്റെ മണ്ണിൽ തീമഴ പെയ്യണം. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ എന്ന യെഹെസ്കേൽ 38 പ്രവചനത്തിൽ പാർസികൾ എന്തിന് ചില വർഷങ്ങൾക്ക് പുറകിൽ വരെ ഇറാന്റെ പേര് പാർസ്യ എന്നാണ്. പാർസികൾ കൂശ്യർ, പൂത്യർ, ഗോമേർ, അവന്റെ എല്ലാ പടക്കൂട്ടങ്ങൾ, തോഗർമാഗ്രഹം. എന്തിന്? പാർസികൾ ഇറാന്റെ നേതൃത്വത്തിൽ റഷ്യൻ പിന്തുണയോടെ ഒരു ഭീകര തീമഴ യുദ്ധം അവിടെ നടക്കുമെന്ന് എഴുതി വച്ച വചനം നമ്മുടെ കൈകളിലിരിക്കെ അതിന്റെ നീക്കങ്ങൾ നടക്കുന്നത് കാണുന്ന ദൈവമക്കൾ കൈകെട്ടി ഇരിക്കേണ്ടവരല്ല. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോ എന്റെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറയണം, കാണാൻ സമയമായി. എന്റെ കർത്താവിന്റെ മടങ്ങി വരവ്. ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഈ രാത്രി, ദൈവശക്തി പതിഞ്ഞൊഴുകുന്ന ഈ രാത്രി, കർത്താവിന്റെ കര
കരം ചില വ്യക്തികളെ ഈ രാത്രി തൊടുകയാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ഇത് സാധാരണ കാലമല്ല, ഇത് കാലഘട്ടത്തെ വിവേചിക്കേണ്ടവരാണ് നമ്മൾ. മൗനമായിരിക്കരുത്. ഈ ലക്ഷണം കാണുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം, ഇത് സാധാരണ കാലമല്ല. മടങ്ങിയ വരവിന് തൊട്ട് മുൻപ് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് ചേർന്നൊന്ന് പാടണം. ഒരൊപ്പം സ്തോത്ര കാഴ്ച കൂടി എടുക്കും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. ആ ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഗായക സംഘം ഒന്ന് മുൻപോട്ട് വന്നാട്ടെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ ഒരുങ്ങുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ഒരു ഉപമ യേശു പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സംഭവമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടാൻ തുടങ്ങുന്നത്. തികച്ചും ഏകാഗ്രതയോടെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ തലമുറയിൽ എന്റെ കർത്താവ് മടങ്ങി വരും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ തലയ്ക്ക് മുകളിലെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വമർപ്പിച്ചാട്ടെ. ശബ്ദം ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വമർപ്പിച്ചാട്ടെ. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്ക് ഒരു ഏകാഗ്രതയുണ്ട്. അതേ ഏകാഗ്രതയോടെ വേണം ഇത് ശ്രദ്ധിക്കാൻ. യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, കാലാവസ്ഥയെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, പക്ഷേ കാലത്തെ വിവേചിക്കാൻ നിങ്ങൾക്കറിയില്ല. വെളിപ്പെട്ട് നിൽക്കുന്നത് സാധാരണക്കാരനല്ല, ദൈവപുത്രനാണ്. സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി നിൽക്കുകയാണ്. പക്ഷെ ന്യായപ്രമാണത്തെ തലമുടി നാരിഴ കീറി വ്യാഖ്യാനിക്കുന്ന ഈ പരീശ പ്രമാണികൾക്ക് ഇത് മനസ്സിലായില്ല. ഇന്ന് രാത്രി എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് കാലത്തെ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഈ തലമുറയിലിരിക്കുന്ന ദൈവമക്കൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഇത് കഷ്ടമാണ്. ശരിക്കും ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകൾ പലതും ചെകുത്താന്റെ വേദമോതലായി മാറിക്കഴിഞ്ഞു. ദുഃഖത്തോടെയാണിത് പറയുന്നത്. ഈ വിശുദ്ധ ബൈബിൾ കേവലം മോട്ടിവേഷനുള്ള ഉപകരണമല്ല, ഇത് മാനസാന്തരത്തിനുള്ള വിളിയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇത് മാനസാന്തരത്തിലേക്ക് വിളിക്കുകയാണ്. 31,173 വാക്യങ്ങളിൽ വെച്ച് ആദ്യത്തെ മോട്ടിവേഷൻ പ്രഭാഷകൻ ആരാണെന്നറിയാമോ? ദൈവദാസന്മാർ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ മോട്ടിവേഷൻ പ്രഭാഷകൻ ആരാണ്? നിങ്ങൾ പരിശോധിച്ചാൽ മതി. ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ മോട്ടിവേഷൻ പ്രഭാഷകൻ പറഞ്ഞു, മരിക്കയില്ല നിശ്ചയം, നിന്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെയാകും, നിന്റെ സ്ഥിതി മാറാൻ പോവുക. സ്തോത്രം. പിശാചായിരുന്നു. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക. എന്റെ പ്രസംഗത്തിന് മുൻപിൽ നിന്റെ മോട്ടിവേഷൻ അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിത്യതയെ നോക്കിയുള്ള കരച്ചിലാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല എന്റെ കൊതി. നിങ്ങൾ ഇന്ന് രാത്രി കരഞ്ഞെഴുന്നേറ്റാൽ സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് സഭയിലേക്ക് വിളിക്കുന്നത് നിന്നെ മോട്ടിവേറ്റ് ചെയ്യാനല്ല, നിന്നെ അനുദമിപ്പിച്ച് നിത്യതയ്ക്കായി ഒരുക്കാനാണ്. മേരി ജോൺ തോട്ടം കുത്തിക്കുറിച്ച വാക്കുകൾ ശ്രദ്ധേയമാണ്. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾക്ക് ഒടുക്കമെന്തു സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകിമാറി ജഡം ക്രമാൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ദൈവത്തിന് സ്തോത്രം. വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതുമെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ഈ മണ്ണിന് വിട്ടു
വിട്ടിട്ട് മടങ്ങേണ്ട ദിവസം വരുമ്പോൾ പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ കഴിഞ്ഞവൻ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുമ്പോൾ, ഓ കുഷ്ഠരോഗത്തിന് വ്രണം വന്ന് പൊട്ടിയവൻ പറുദീസയ്ക്കായി പോയെങ്കിൽ ഇന്ന് രാത്രി എന്റെ കണ്ണടഞ്ഞാൽ എന്റെ നിത്യത എവിടെ ചിലവഴിക്കും എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ധന്യത ആരംഭിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് രാത്രി ഗൗരവമായി ശ്രദ്ധിക്കുക. ഈ വിഷയ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തു ചരിത്ര പ്രസിദ്ധമായ ഒരു ഉപമ പറയുകയാണ്. അപ്പോൾ ഒന്ന് കാലഘട്ടത്തെ വിവേചിക്കണം. ഇത് സാധാരണ ഉപമയല്ല കേട്ടോ. നിങ്ങൾ കാലഘട്ടത്തെ വിവേചിക്കണം. രണ്ട് ദുരന്തങ്ങൾ സംഭവിച്ചത് സാധാരണ സംഭവമല്ല. അതവർക്ക് സംഭവിച്ചത് അവർ ദുഷ്ടരായതുകൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ പുണ്യവാളന്മാരായതുകൊണ്ടുമല്ല. അവർക്കത് സംഭവിച്ചെങ്കിൽ പുറകെ നിങ്ങൾക്കും ഇത് വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എങ്ങും പ്രളയത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലേ? ഇന്ന് കാര്യം ഉയർത്തി സ്വോത്രം പറഞ്ഞേരെ. ഞങ്ങളുടെ റാന്നിയിലൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ ഓർക്കെയാണ് 1800-കളിൽ കണ്ണങ്കിയുടെ ശാപത്തിൽ കത്തിയെരിഞ്ഞ മധുരയിലെ സാധാരണക്കാരന് കുടിവെള്ളം എത്തിക്കാൻ മധ്യ തിരുവിതാംകൂർ മഹാരാജാവ് കാട്ടിയ ഒരു മഹാമനസ്കതയുടെ തിരിച്ചടി കേരള മണ്ണിലെ ആളുകൾക്ക് ഭയമായി നിലകൊള്ളുന്നതാണ് മുല്ലപ്പെരിയാർ. നിരവധി ക്യൂബിക് മീറ്റർ വെള്ളം ഒരു ജലബോംബ് പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിലുണ്ടായ ഭൂകമ്പത്തിന്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന് ഗോവയെ കടന്ന് കർണാടകയെ കടന്ന് ആലപ്പുഴ തീരം വരെ എത്തിയെന്നും അവിടെ നിന്നത് ഇടുക്കി മൈനാവ് മേഖല ഭൂകമ്പ പ്രഭവ കേന്ദ്രമായി മാറിയെന്നും അവിടെ ഭൂഗർഭ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇനിയും ശക്തമായൊരു ഭൂകമ്പം ആ മണ്ണിലുണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിത്തകരുമെന്നും പൊട്ടിത്തകർന്നാൽ അടുത്ത ഇടുക്കി ചെറുതോണി ഉൾപ്പെടെയുള്ള ചിലത് കൂടി തകർന്നാൽ ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകളെ തുടച്ചു നീക്കിക്കൊണ്ട് 5 ജില്ലകളിൽ കൊടിയ മരണം വിതച്ച് കൊച്ചി എയർപോർട്ടിൽ 10 അടി കനത്തിൽ ചെളി നിറയുമെന്നുമൊക്കെ ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുമ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഭയപ്പെടേണ്ട, അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പോയിട്ടേ ദൈവം ഇതിനെ അനുവദിക്കൂ. എന്നാൽ ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയാം. പ്രളയം ചിലയിടങ്ങളിൽ ഭീകരത താണ്ഡവമാടിയപ്പോൾ നമ്മെ ദൈവം സംരക്ഷിച്ചിവിടെ നിർത്തിയത് നമ്മുടെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല, ഇതിനേക്കാൾ വലുത് പുറകെ വരുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കർത്താവേ, ഏത് സമയത്ത് എന്റെ വിളി വന്നാലും ഞാൻ തയ്യാറെന്ന് പറയത്തക്ക വിധത്തിൽ ആത്മാവിൽ ഒരുങ്ങാൻ സജ്ജമായാൽ നീ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. ഇവിടെയാണ് യേശു ക്രിസ്തു പറഞ്ഞ പ്രവചന സ്വഭാവമാണ്. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. പ്രവചന സ്വഭാവമുള്ള ഒരു ഉപമ. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല, വെട്ടിക്കളക, അത് എന്തിനാ നിലത്തെ നിഷ്ഫലമാക്കണം എന്ന് പറഞ്ഞു. തോട്ടക്കാരൻ അവനോട്, കർത്താവേ, ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, ഞാനതിന് കിളച്ചു വളമിടുവോളം, സ്തോത്രം, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഇത് സാധാരണ സംഭവമല്ല. യേശു പറയുകയാണ്, 3 വർഷത്തെ ദൗത്യ നിർവഹണത്തിന് തന്നെ ഏൽപ്പിച്ച ഘട്ടം തീരാൻ തുടങ്ങുന്നു. കോടാലി സജ്ജമായി കഴിഞ്ഞു. വെട്ടേൽക്കേണ്ടതിന് ചില ദിവസങ്ങൾ കൂടെ മാത്രമേ മുൻപിലുള്ളൂ. കോടാലിയെയും മരത്തെയും തമ്മിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു മധ്യസ്ഥന്റെ ഡ്യൂട്ടിയാണ്. എപ്പോൾ ഡ്യൂട്ടി അവസാനിക്കുമോ അപ്പോൾ കോടാലി വീഴും. കോടാലി വീഴുന്നതിന് മുൻപ് ഫലം കായ്ക്കാൻ ഒരുങ്ങുക, അല്ലെങ്കിൽ കോടാലി കടയ്ക്കൽ വീഴും.
ഓ രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വൃക്ഷത്തെ, അത്തിവൃക്ഷത്തെ ചൂണ്ടിക്കാണിക്കുന്നത് കേവലം മരമല്ല, ഞാനും നീയുമാണ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയട്ടെ, നീയും ഞാനുമാണ് ഈ അത്തിവൃക്ഷം. സ്തോത്രം. ഈ അത്തിയുടെ പദവി അനുഭവിക്കുന്ന ദൈവമക്കളായി ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. നിങ്ങൾ അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ചു കേൾക്കണേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓടിച്ചു ഞാൻ പറഞ്ഞു വിടാം. 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒരുത്തന്, ഒന്ന് വായിച്ചേ. ഒരുത്തന്, അവൻ ഈ ഉപമയും പറഞ്ഞത് എങ്ങനെയാണെന്നാൽ വായിച്ചാട്ടെ. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ. എങ്ങനെയാണ് ഞാനും നീയും ഇവിടെ ആയിത്തീർന്നത്? ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. എങ്ങനാ ഇവിടെ വന്നത്? സ്തോത്രം. കാക്കച്ചുണ്ടിൽ നിന്നും ഏതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുള്ള വിത്ത് പൊഴിഞ്ഞു വീണ് വഴിവക്കിലുണ്ടായതുപോലുള്ള അത്തിയല്ലിത്. പ്രളയകാലത്ത് പെയ്തിറങ്ങിയ മഴയിൽ പൊങ്ങി ഉയർന്ന് വഴിവക്കിൽ അടിഞ്ഞു വളർന്ന ആഞ്ഞിലി പോലെ ഒരു അത്തിയല്ലിത്. ഒരു ഉടമസ്ഥൻ തവാരണയിൽ നിന്ന് കൊണ്ടുവന്ന് തടമെടുത്ത് കൃത്യമായ പരിചരണം നൽകിക്കൊണ്ട് പദവി കൊടുത്ത് വളർത്തിയ അത്തിയാണ്. ഇന്ന് രാത്രി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം. ദൈവം നിനക്ക് തന്ന പദവി ഓർത്താൽ നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞ ഒരു ദിവസം, കഴിഞ്ഞ രാത്രിയിൽ 10 ലക്ഷത്തോളം ആളുകൾ എന്റേതെന്ന് പറഞ്ഞ് കയറിച്ചെല്ലാൻ ഒരു കൂരയില്ലാതെ ഈ പെരുവഴിയോരത്ത് കടത്തിണ്ണയിലും ടെറസിന്റെ കീഴിലും പാലത്തിനടിയിലും ചാക്ക് വിരിച്ചതിന്റെ അടിയിലും മരച്ചുവട്ടിലും അവരുടെ കിടക്ക വിരിച്ചപ്പോൾ കയറിച്ചെല്ലാനൊരു വീടും സ്നേഹിക്കാനൊരു കുടുംബത്തെയും ദൈവം നിനക്ക് നൽകി തന്ന് നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ആരോഗ്യത്തോടെ നിനക്കിവിടെ നടന്നു വന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിക്കാൻ കരങ്ങൾക്ക് ബലം നൽകി ദൈവം ഇരുത്തിയ കൃപയെ മാത്രം ഓർക്കുമ്പോൾ മറ്റൊന്നും ഓർക്കണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, എന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി, എന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി. നീ നിലവിളിച്ച രംഗങ്ങളിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാരങ്ങൾ നിന്റെ കുടുംബത്തെ വേട്ടയാടിയപ്പോൾ നീ പ്രതീക്ഷിക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറന്ന് അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന്റെ കരുതലിനെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ശബ്ദമുയർത്തി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എന്നെ തടമെടുത്ത് നട്ടതാണ്. ആ ബോധ്യമുള്ള ദൈവമൈതലേ, ഒരു മന്ത്രവാദത്തിനും ഒരു ക്ഷുദ്ര പ്രയോഗത്തിനും ഒരാഭിചാരത്തിനും ഒരേലസിനും ഒരു തകിടിനും തകർക്കാൻ കഴിയാത്ത ദൈവശക്തിയാണ് എന്റെ മേൽ വ്യാപരിക്കുന്നതെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, എന്റെ നാഥനെ തടമെടുത്തു നട്ടതാണ്. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, തടമെടുത്ത് നട്ട പദവിയുള്ള അത്തി. ഇനിയും ഈ അത്തി സ്ഥാനമലങ്കരിക്കുന്ന അത്തിയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. അത്തി മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ശ്രദ്ധിച്ചു കേൾക്കണേ. മുന്തിരി യഹൂദന്റെ രാഷ്ട്രീയതയുടെ, ആത്മീയതയുടെ ചിത്രീകരണമാണ്. അത്തി അവന്റെ രാഷ്ട്രീയതയുടെ പ്രതീകമാണ്. തളർത്തിയ അത്തിവൃക്ഷക്കൊമ്പ് വെള്ള സിൽക്ക് തുണിയിൽ ആയിരുന്നു അവരുടെ പ്രാരംഭകാല കൊടിയടയാളം. എന്ന് പറഞ്ഞാൽ അത്തി അവരുടെ രാഷ്ട്രീയത്തിന്റെ, ഭൗതികത്തിന്റെ പ്രതീകമാണ്. മുന്തിരി അവരുടെ ആത്മീയതയുടെ പ്രതീകമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഭൗതികത വേരോടിയിരിക്കുന്നത് അവരുടെ ആത്മീയ പ്രതലത്തിലാണ്. ഞാനൊരു ദൂത് ഇന്ന് രാത്രി പറയാം. റബ്ബറിന്റെ മാർക്കറ്റല്ല നിന്റെ കുടുംബത്തിന്റെ സമ്പത്തിന്റെ അടിത്തറ. ഷെയർ മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ചകളല്ല നിന്നെ നിയന്ത്രിക്കുന്നത്. നിന്റെ ആത്മീയത ശരിയാണെങ്കിൽ നിന്റെ ഭൗതികതയെ നിലനിർത്താൻ കഴിവുള്ള ഒരു കരം നിന്റെ ജീവന്റെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം, എന്റെ ആത്മീയതയ്ക്ക് മുൻപിൽ എന്റെ ഭൗതികതയെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. കെരീത്തിന്റെ കരയിൽ മുട്ടുമടക്കുന്ന ഏലിയാവിന്റെ കൈകളിൽ എത്തിക്കേണ്ടതിന് കാക്കയുടെ തലയ്ക്കകത്ത് കെരീത്തിന്റെ കരയിലേക്ക്
രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ലൊക്കേഷൻ മാപ്പ് സെറ്റ് ചെയ്ത് കാക്കയെ ഇറച്ചിയും അപ്പവുമായി വിട്ട ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണെങ്കിൽ, തിന്നു കൊടല് പൊട്ടിയാലും കൊടുക്കാത്ത കാക്കയെ കൊണ്ട് നിന്റെ കൈകളിൽ എത്തിക്കാൻ, അതിന്റെ തലയ്ക്കകത്ത് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവം. നിന്റെ ആത്മീയത ശരിയാണെങ്കിൽ നിന്റെ ഭൗതികതയ്ക്ക് ദൈവം സുരക്ഷിതത്വം ഒരുക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ റോബർട്ട്, ഒരു ഭക്തനായ ദൈവഭക്തൻ, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പ്രവർത്തന നിരതനായിരിക്കുമ്പോൾ, അദ്ദേഹം ഒരു സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് സജ്ജമാകുമ്പോൾ, സ്തോത്രം, അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല 2 ദിവസമായിട്ട്. കിട്ടിയ പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്തു, സീറ്റിലിരുന്നു. എന്നിട്ട് വിശപ്പ് കൂടിയപ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞു. ഈ ഏങ്ങലടിക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ യേശുവിനെ വിളിക്കുക. യേശുവേ, ഡാഡി, എന്നെ വല്ലാതെ വിശക്കുന്നു. എന്റെ കൂടെ പഠിച്ചവർ പലരും നല്ല നിലയിലാണ്, എനിക്ക് ഗതി വന്നല്ലോ ഡാഡി. ആ കരഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. 2.5 മണിക്കൂർ ട്രെയിൻ ഓടിക്കഴിഞ്ഞപ്പോ ആരോ തട്ടി വിളിക്കുന്നത് കേട്ട് ഉണർന്ന് കണ്ണു തുറന്നു. ഇപ്പോ ജനലിന്റെ അടുക്കൽ പറഞ്ഞു, അഗസ്റ്റിനുണ്ടോ? അഗസ്റ്റിൻ, അഗസ്റ്റിൻ. സോറി, അദ്ദേഹത്തിന്റെ പേര് അഗസ്റ്റിൻ എന്നാണ്. അദ്ദേഹം വാതിക്കലോട്ട് ചെന്നപ്പോ ഒരു ബാഗ് കൊടുത്തിട്ട് പറഞ്ഞു, 1.5 മണിക്കൂർ മുമ്പ് ഒരാൾ പറഞ്ഞു, ഇന്ന കമ്പാർട്ട്മെന്റിൽ അഗസ്റ്റിൻ എന്നൊരാൾ കാണും. ദൈവാത്മാവ് എന്നോട് പറയുന്നു, അദ്ദേഹത്തിന് ഈ ബാഗ് ഏൽപ്പിക്കണം. തുറന്നു നോക്കിയപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം അടുക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചവൻ ദൈവമാണെങ്കിൽ, കാക്കയ്ക്ക് ഏലിയാവിന്റെ മുഖം പരിചയമില്ലെങ്കിലും, പറഞ്ഞു വിട്ട ദൈവത്തിന്റെ ഡയറക്ഷൻ മാറാൻ കഴിയത്തില്ലെങ്കിലും, സിഗ്നൽ നഷ്ടപ്പെടാതെ അവന്റെ കൈകളിൽ അപ്പവും ഇറച്ചിയും കൊണ്ടെത്തുന്ന ആ കരം, നീ കൃപയിൽ നിന്നാൽ നിന്റെ ഭൗതികത നിറവേറ്റാൻ ശക്തനാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. നിൽക്കുന്നത് ആത്മീയ പ്രതലത്തിലാണെങ്കിൽ നിന്റെ ഭൗതികത ദൈവം സുരക്ഷിതമാക്കും. ഗ്ലോറി, ഹല്ലേലൂയ. 3, ഇത് സ്ഥാനമലങ്കരിക്കുന്ന അത്തിയാണ്. ഇത് ഉടമസ്ഥനുള്ള അത്തിയാണ് കേട്ടോ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അഗതി അത്തിയല്ലിത്. ഈ രാത്രി ദൂത് കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ശത്രു നിനക്കെതിരെ കരമുയർത്തുമ്പോൾ, നീ സ്നേഹിക്കുന്ന മിത്രം പോലും നിന്നെ കൈയൊഴിയുമ്പോൾ, നിന്റെ ശത്രുവിന്റെ മുൻപിൽ നിന്റെ മിത്രം നോക്കി നിൽക്കേ, നിന്റെ ശത്രുവിനെ കൊണ്ട് നിനക്ക് അനുകൂലമായി നടപടി പുറപ്പെടുവിക്കാൻ കഴിവുള്ള സർവാധികാരിയായ കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നതെന്ന് അകത്ത് ബോധ്യമുള്ള ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി പറയണം. എന്റെ കരൾ പറിക്കാൻ, എന്റെ മാംസം പിച്ച് ചീന്താൻ കാത്തു നിൽക്കുന്ന ശത്രുവിന്റെ നടുവിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ മിത്രങ്ങൾ കൈയൊഴിയുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണ്. എത്ര ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരും. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, നിന്നെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ, നിന്നെ കരുതുമെന്ന് വിചാരിച്ചു. പക്ഷെ അവരുടെ കൈ പുറകോട്ട് വലിക്കുമ്പോൾ നിന്നെ ആരും കരുതാനില്ലെന്ന് വിചാരിക്കരുത്. നിന്റെ ശത്രു നിനക്ക് തകർച്ച ഒരുക്കാൻ കാത്തു നിൽക്കുമ്പോൾ അവന്റെ തലയ്ക്കകത്ത് കയറി നിനക്ക് അനുകൂലമായി നടപടി പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരു സർവാധികാരിയായ കർത്താവാണ്. നിനക്ക് വേണ്ടി ചോദിക്കാനും പറയാനും അധികാരിയുണ്ട്. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത് വെളിമ്പ്രദേശത്തല്ല, ഞാൻ നിൽക്കുന്നത് വഴിവക്കിലല്ല, ഞാൻ നിൽക്കുന്നത് പുഴവക്കിലല്ല, ഞാൻ നിൽക്കുന്നത് കൊടും വനത്തിലല്ല, ഞാൻ എൻ്റെ ഉടമസ്ഥന്റെ പറമ്പിലാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയട്ടെ, എനിക്ക് ചോദിക്കാനും പറയാനും എൻ്റെ ഉടമസ്ഥനുണ്ട്.
ദൈവ തേജസ്സിന്റെ മേഘം നിഴൽ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ രാത്രി, കർത്താവ് ചില വ്യക്തികളെ ആത്മാവിൽ ഇന്ന് രാത്രി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാത്രി, അഭിഷേകത്തിന്റെ തൈല നദി മുഴങ്ങുന്ന രാത്രി, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ് ചില വ്യക്തികളുടെ ശരീരത്തിന്മേൽ ഒരു ജ്വാല പോലെ പ്രവഹിക്കുന്ന രാത്രി, നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയത്തക്ക വിധം മുൾപ്പടപ്പിനെ പൊതിഞ്ഞ ദൈവാത്മാവിന്റെ തേജസ് നിന്നെ ചുറ്റി മിന്നുന്ന രാത്രി, ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും നിന്നെ കൈനീട്ടി തൊടാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ കാവലിന്റെ തീജ്വാലയ്ക്കകത്ത് നീ സുരക്ഷിതനാണെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറയണം. എന്നെ കരുതുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച വ്യക്തികൾ എന്റെ മുൻപിൽ നിന്ന് കൈവലിക്കുമ്പോഴും എന്നെ സേവിക്കാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ അവൻ എനിക്ക് വേണ്ടി വഴിയൊരുക്കാൻ ശക്തൻ. ഒരു കൊച്ചുദാഹരണം ഞാൻ പറയാം. ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന് നട്ടലും കാലഗതിയുടെ കാതലുമാണ് യഹൂദൻ. ആ ജനതയ്ക്ക് ജന്മം കൊടുക്കാൻ ദൈവം അനുവദിച്ച ഗ്രേറ്റ് ബ്രിട്ടനെയാണ്. പക്ഷെ കാലത്തിന്റെ യാത്രയിൽ അറബികളുടെ എണ്ണക്കിണറുകളിൽ കണ്ണുവെച്ച് ഗ്രേറ്റ് ബ്രിട്ടൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറി. അവസാനം തല്ലി തകർക്കപ്പെടാൻ, മാംസം പിച്ചി ചീന്തപ്പെടാൻ, മധ്യധരണിയായി കടലിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാത്തു നിൽക്കുന്ന സമയം, ഒരു സ്വതന്ത്ര രാജ്യം പോലും ഈ മണ്ണിൽ അവർക്ക് അനുവദിക്കാൻ പാടില്ല എന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ കൂടെ അവർക്കെതിരെ വാദിച്ച സമയം, അവരുടെ കരൾ പറിക്കാൻ കാത്തു നിൽക്കുന്ന റഷ്യയെ കൊണ്ട് യഹൂദന് പലസ്തീന്റെ മണ്ണിൽ സ്വതന്ത്ര രാജ്യം അനുവദിക്കണം എന്ന് വാദിപ്പിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, നിന്നെ നശിപ്പിക്കാൻ കരമുയർത്തി നിൽക്കുന്ന വ്യക്തികളെ കൊണ്ട് നീ സേവിക്കുന്ന ദൈവത്തിന്റെ കരമുയർന്നാൽ നിനക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാൻ നീ ആരാധിക്കുന്ന ദൈവം ശക്തനാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഇത് ഉടമസ്ഥനുള്ള അത്തിയാണ്. തീർന്നില്ല. പക്ഷേ ഇത് ഉത്തരവാദിത്തമുള്ള അത്തിയാണ്. 1-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലമില്ല. 2-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലമില്ല. 3-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഫലമില്ല. ഉടമസ്ഥന്റെ വായിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി, വെട്ടിക്കളക. എന്തിന്? ഇത് നിലത്തെ നിഷ്ഫലമാക്കണം എന്ന് പറഞ്ഞാൽ കോടാലി വരുന്നു, മരണ ദിവസങ്ങൾ വരുന്നു. നിങ്ങൾ ഓർക്കണം, ഇതാരോടാ പറഞ്ഞതെന്ന്. പ്രവചന സ്വഭാവം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞത് ഇതാരോടാ പറഞ്ഞത്? ഈ ജനതയെ, യഹൂദ ജനതയാ. അടുത്ത 3 പതിറ്റാണ്ട് കഴിഞ്ഞാൽ ഇവർ നേരിടാൻ പോകുന്നത് സാധാരണ ദുരന്തമല്ല, വെട്ടേക്കാൻ പോകുക. ഇതിന്റെ ഗൗരവം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഞെട്ടലോടെ ഇത് കേൾക്കത്തുള്ളൂ. AD 70 ടൈറ്റസിന്റെ സൈന്യം യെരുശലേമിന് നേരെ വന്നു. പ്രവചന വാക്കുകൾ കൃത്യമായി നിവർത്തിക്കൊണ്ട് ടൈറ്റസ്, സ്തോത്രം, അതിഭയങ്കരമായ സൈന്യത്തോടുകൂടെ അന്തോണിയ കോട്ട വരെ എത്തി. ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, അന്താണിയ കോട്ടയുടെ ഭാഗത്തിരുന്ന ദേവാലയം കാണാം. നശിപ്പിക്കാൻ സൈന്യം തിരച്ചിരമ്പുന്ന സമയം ടൈറ്റസ് ജോസീഫസ് എന്ന എഴുത്തുകാരന്റെ പ്രേരണ കൊണ്ട് പറഞ്ഞു, നശിപ്പിക്കരുത്, എന്റെ പിടിച്ചടക്കലിന്റെ സ്മാരകമാക്കി ആ ദേവന്റെ ക്ഷേത്രം വയ്ക്കണം. ഈ സമയം ഒരു പടയാളി തെറ്റിദ്ധരിച്ച് ഒരരക്കുബന്ധമെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. അത് ദേവാലയത്തിന്റെ മകുടക്കൂടിൽ ചെന്ന് പതിഞ്ഞു. മകുടക്കൂട് ദേവദാരു തടി കൊണ്ട് തീർത്തതായിരുന്നു. അത് കത്തുമ്പോൾ ടൈറ്റസ് പറഞ്ഞു, തീകെടുത്ത്. അപ്പോഴേക്കും സൈന്യം തീകെടുത്താൻ പ്രവേശനത്തിങ്കലെ സ്റ്റെയർകേസ് പോലെ പണിതുയർത്തിയ ഗോപുരത്തിലേക്ക് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് വിപ്ലവകാരികൾ, യഹൂദ വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു. അവർ ഇവരുടെ മേൽ ചാടി വീണു. താഴെ നിന്നാരംഭിച്ച യുദ്ധത്തിന് മുൻപിൽ സൈന്യം പിൻവലിഞ്ഞിട്ട് തുടർന്ന യുദ്ധത്തിൽ 5000 യഹൂദന്മാരുടെ കഴുത്തുകൾ തേങ്ങാക്കൊല ഉരുളുന്നത് പോലെ ഉരുണ്ടു. മാറി നിന്നേ അത് ശത്രുക്കൾ തീപ്പന്തങ്ങൾ എറിഞ്ഞു. കത്തി പൊട്ടിത്തെറിച്ച് നിലവിളിയോടെ അകത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉരുകിത്തീരുമ്പോൾ ടൈറ്റസ് പറഞ്ഞ വാക്കുകളുണ്ട്, അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു.
നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാണ് ജയിച്ചത്. 13,56,000 പേരെ അരിഞ്ഞു വീഴ്ത്തി. ചോര നിറഞ്ഞു കിടക്കുമ്പോൾ ആലിപ്പഴ പകർച്ചയും പെരുമഴയും ഉണ്ടായതുകൊണ്ട് കുതിരയുടെ കടിവാളങ്ങളോളം രക്തവും ബോഡികളും പൊങ്ങിയൊഴുകിയപ്പോൾ ചോരക്കളമായി മാറി. അത് ദൈവത്തിന്റെ കോടാലിയായിരുന്നു. ഇത് പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് യേശു പറയുകയാണ്. 3-ാം വർഷം ഉടമസ്ഥൻ പറഞ്ഞു വെട്ടിക്കളയാൻ. പക്ഷേ ഉടമസ്ഥനും സ്തോത്രം കോടാലിക്കും ഇടയിലേക്ക് കയറി നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, ഒറ്റയാണ്ടുകൂടെ ഞാനതിന് കിളച്ചൊന്ന് വളമിടാം. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത് നിന്റെ കൈമിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാ. അവന്റെ കിളച്ചു വളമിടിയിലാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്? ശബ്ദം ഉയരുമോ? ശബ്ദം ഉയരുമോ? ആ ബൈക്കിൽ നിന്ന് നിലത്തേക്ക് വീണ് നിന്റെ നട്ടല്ലിടിച്ചപ്പോൾ ആ സ്പൈനൽ കോഡ് തകരാതെ ഇന്ന് രാത്രിയും നീ നടന്ന് ഈ യോഗത്തിന് വന്നത് നിനക്ക് വേണ്ടി കിളച്ച് വളമിടാൻ ഒരു കരം ഇതിന്റെ പുറകിലുണ്ടായിരുന്നത് കൊണ്ടാ. ഷുഗർ രോഗം അധികരിച്ച് കിഡ്നിയുടെ ഫിൽറ്ററിംഗ് കപ്പാസിറ്റിയെ ബാധിച്ചാൽ യൂറിനിലൂടെ ക്ലോസറ്റിലേക്ക് വീഴുന്ന ആ തുള്ളികളിൽ പത ഉയരുമെന്നും അടുത്ത 5 വർഷം കൊണ്ട് ഡയാലിസിസിലേക്ക് മാറാൻ സാധ്യതയുള്ള കിഡ്നി രോഗങ്ങൾ തുടങ്ങുമെന്നും ശാസ്ത്രം പറയുമ്പോൾ വർഷങ്ങളായിട്ടും നിന്റെ ശരീരത്തെ ഡയാലിസിസിന് വിട്ടുകൊടുക്കാതെ ഇന്നും ആരോഗ്യത്തോടെ ഇവിടെ നിർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടത് കൊണ്ടാണ് എന്ന് ബോധ്യമുള്ള സകല ദൈവമക്കളും ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വായി തുറന്ന് പോരാ 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 ശബ്ദം ഉയർത്തി വായി തുറന്ന് പറയണം, എന്റെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി നന്ദി. ഈ ദൂതിന്ന് രാത്രി ചില വ്യക്തികളുടെ ചങ്കിന് നേരെ ആത്മാവിൽ മുഴങ്ങുകയാണ്. എന്റെ ദൈവം ചില അനർത്ഥങ്ങൾക്കകത്തു നിന്ന് 2025-ലും 26-ലും ഒക്കെ നിന്നെ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇരുന്ന് ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവശക്തിയുടെ കനത്ത വ്യാപാരം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നുവെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ എനിക്ക് വേണ്ടി ഒരാൾ വെട്ടിക്കളയരുത്, വെട്ടിക്കളയരുത്, വെട്ടിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയില്ല. എന്നാൽ നിന്റെ അകത്ത് വസിക്കുന്ന ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നിനക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്ന തൃത്വത്തിൽ 3-ാമൻ ഈ മധ്യസ്ഥതയിൽ പങ്കുചേരുമ്പോൾ പിതാവിന്റെ വലത്തു ഭാഗത്ത് സ്വന്തം രക്തവുമായി ഒരുവൻ മധ്യസ്ഥത അണച്ച് നിന്നെ വെട്ടിക്കളയരുതെന്ന് വാദിക്കുമ്പോൾ എന്റെ ദൈവം കോടാലിയുടെ ദിവസങ്ങളെ മാറ്റിവെച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ദൈവമേ എന്റെ മേൽ കോടാലി പതിക്കുന്നതിന് മുൻപ് അനുതപിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ആ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്. വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ ദൂതൊരു സാധാരണ തലത്തിലേക്കല്ല ദൈവാത്മാവ് കൊണ്ടുപോകുന്നത്. ചില വ്യക്തികളോട് ആഴത്തിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആരോഗ്യം നിനക്കുള്ളത് കൊണ്ട്, നിന്റെ കഴിവുകൾ നിനക്കുള്ളത് കൊണ്ട് ഒരിക്കലും ഒരിക്കലും നീ പ്രബലനാണെന്ന് വിചാരിക്കരുത്. നിന്റെ ആയുസ് നിന്റെ നിയന്ത്രണത്തിലല്ല. ഏത് സമയത്തും കോടാലി വീഴാം. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി വാ തുറന്ന് പ്രാർത്ഥിക്കണം. പദവി നേടിയ അത്തിയാണ് ഈ അത്തി, സ്ഥാനം അലങ്കരിക്കുന്ന അത്തിയാണ് ഈ അത്തി, ഉത്തരവാദിത്വമുള്ള അത്തിയാണ് ഈ അത്തി, കിളച്ച് വളമിടിയിൽ ഏറ്റെടുത്ത അത്തിയാണ് ഈ അത്തി. ഓ രക്തത്താൽ ജയം, മരണമണി മുഴങ്ങിയ അത്തിയാണ് ഈ അത്തി. വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ കോടാലി വീഴാൻ
സജ്ജമായി നിൽക്കുന്ന അത്തിയാണ് ഈ അത്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ ജനതയോട് പറഞ്ഞതുപോലെ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് സംസാരിക്കുന്നു. കരയാൻ കഴിയുന്നെങ്കിൽ കരയട്ടെ. അഗ്നി ജ്വലിക്കുന്ന ദൃഷ്ടികൾ ഇന്ന് രാത്രി ഇതിനകത്ത് ചുറ്റിത്തിരിയുന്നു. നിനക്കറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഇന്ന് രാത്രിയോടെ എത്തിയിട്ടുണ്ട്. നിന്റെ രഹസ്യ പാപത്തിന്റെ മേൽ യേശുവിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി പതിച്ചിട്ടുണ്ട്. അവന്റെ കരം നിന്റെ മേൽ ന്യായവിധിയായി ഭവിക്കുന്നതിന് മുൻപ് ആ രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ എന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ വാ തുറന്ന് യേശുവേ എന്ന് എത്ര ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി ഒന്ന് വിളിക്കും, ശബ്ദമുയർത്തി വിളിക്കും. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. യേശുവേ എന്ന് ശബ്ദമുയർത്തി വിളിക്കുന്ന വ്യക്തികൾ എത്ര പേരിവിടെയുണ്ട്, എത്ര പേരിവിടെയുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം ഭൂമിയിലെ സകല ശരണമന്ത്രങ്ങളെക്കാൾ ശക്തിയേറിയതാണ് ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന യേശുവേ എന്ന ശബ്ദമെങ്കിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ പദവി നൽകിയാക്കി പ്രാർത്ഥിച്ച് എന്നെ പദവി നൽകിയാക്കി. ഓ, എന്നെ സ്ഥാനമലങ്കരിച്ചു നിർത്തി. ഓ, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി. എനിക്ക് വേണ്ടി ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടങ്ങളിൽ കിളച്ചു വളമിട്ടു. ആ അർദ്ധരാത്രിയിൽ ഹൃദയവേദന വർദ്ധിച്ച് മുഴുവാരം വിയർത്തപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് പെട്ടെന്ന് സ്റ്റെൻഡിങ് ചെയ്തതുകൊണ്ട് ഇന്ന് രാത്രി നീ രക്ഷപ്പെട്ടിറങ്ങി ആരോഗ്യത്തോടെ 15 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇന്ന് രാത്രിയും ജീവന്റെ മേൽ മരണത്തിന്റെ മണിമുഴക്കം അനുവദിക്കാതെ ആയുസ്സിന് ദൈർഘ്യം നൽകിയ ദൈവത്തിന്റെ കരുതൽ ഒന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം. എന്റെ മേൽ മരണത്തിന്റെ പിടിവീഴാൻ തുടങ്ങിയപ്പോൾ ആ തണുത്ത കരങ്ങൾ തലോടാൻ അനുവദിക്കാതെ അതിനെ തട്ടി മാറ്റി എന്റെ ആയുസ്സിന് ദൈർഘ്യം നൽകി. ഇന്ന് രാത്രി എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നെ കിളച്ചു വളമിട്ടൊരു കൈയ്യ് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ചില വ്യക്തികളോട് പറയുന്നു, ആ ബയോപ്സിക്ക് എടുത്തിട്ടും അനർത്ഥത്തിന് വിട്ടുകൊടുക്കാഞ്ഞത് നിനക്ക് കിളച്ച് വളമിടാൻ ഒരുത്തൻ ഉള്ളത് കൊണ്ടാ. ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കാൽവറിയിലേക്കൊന്ന് കണ്ണുയർത്തണം. ഗ്ലോറി. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഈ ദൂതിന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. യേശുവിന്റെ ന്യായാസനത്തിന് മുൻപിലെ നിങ്ങളോടുള്ള മുഖം എങ്ങനെയായിരിക്കും? ഞാൻ ശ്രദ്ധിച്ചാണ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് കേൾക്കണം. നിങ്ങൾ 10 ചാക്ക് അരി തിന്ന് തീർത്തോ? അതല്ല എന്റെ ചോദ്യം. നിങ്ങളെ മക്കളെല്ലാം ഡോക്ടേഴ്സ് ആയോ? അതല്ല എന്റെ ചോദ്യം. നിങ്ങൾ പാർക്കുന്നത് ഓലപ്പരയിൽ നിന്ന് കോൺക്രീറ്റിലാണോ ബഹുനില ബംഗ്ലാവിലാണോ? അതല്ല എന്റെ ചോദ്യം. ഇന്ന് രാത്രി ജീവനെ വിട്ടാൽ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണോ? ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക എന്ന ശബ്ദമാണോ നീ കേൾക്കാൻ പോകുന്നത്? സാധു സുന്ദര സിംഗ് എന്ന ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥനാ നിരതനായിരുന്നപ്പോൾ യോഹന്നാൻ വെളിപ്പാടിൽ എന്നതുപോലെ ശരീരത്തിൽ നിന്നും താൻ പുറത്തിറങ്ങിയ ഒരു അനുഭവം ഉണ്ടായി. താൻ കുറിച്ചു, എന്റെ അടുക്കലേക്ക് തേജസ്വിയായ ഒരാൾ അടുത്തു വന്നു. അദ്ദേഹം ചോദിച്ചു, സാർ എന്നെ അറിയുമോ സാർ? അപ്പോൾ സുന്ദരസിംഗ് പറഞ്ഞു, അറിയത്തില്ലല്ലോ, തേജസ്സിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരാളാ. സാർ ഓർക്കുന്നോ ഇത്ര ദിവസങ്ങൾക്ക് പുറകിൽ ഇന്ന കുഷ്ഠരോഗി ആശുപത്രിയിൽ അങ്ങ് വന്നത്? ഓർക്കുന്നു. അവിടെ ഒരു പച്ച മറയ്ക്കകത്ത് മൂക്കും വിരലുകളും മുറിഞ്ഞു പോയ ഒരു വികൃത രൂപത്തിന്റെ അടുക്കലിരുന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നു. ഇന്ന ദിവസം ഇത്രാം തീയതി ആ ഹോസ്പിറ്റലിൽ ഞാൻ മരിച്ചു സാർ. ഞാൻ പെട്ടെന്ന് യേശുവിന്റെ ലോകത്തിൽ വന്നു സാർ. എന്റെ മുറിഞ്ഞു പോയ വിരലും എന്റെ ഇരുന്നു പോയ മൂക്കും തേജസ്സിൽ തിരിച്ചു വന്നു.
ഞാൻ ഈ രൂപത്തിലായി സാർ. പെട്ടെന്ന് അദ്ദേഹം ആത്മനിദ്രയിൽ നിന്ന് ഉണർന്നു. അദ്ദേഹം ഈ ഹോസ്പിറ്റലിലെത്തി. ചുമതലപ്പെട്ടവരെ കണ്ട് രജിസ്റ്റർ അടുപ്പിച്ചു. രജിസ്റ്റർ അടുപ്പിച്ചൊരു ചോദ്യം, ആത്മലോകത്തിൽ തന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ ആൾ കൃത്യം പേര് പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെച്ചത് ഓർമ്മയുണ്ട്. അദ്ദേഹം മരിച്ച ടൈം ആത്മലോകത്തിൽ വെച്ച് തന്നോട് പറഞ്ഞ അതേ സമയമാണോ എന്നാണ് സംശയം. രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ കണ്ടവർ ഞെട്ടി. ആത്മലോകത്തിൽ ഈ ആത്മാളത്വം തന്നോട് പറഞ്ഞ ആ സമയം തന്നെയാണ് ഹോസ്പിറ്റൽ രേഖകളിൽ മരണം കുറിച്ചിരിക്കുന്നത്. എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താ, ഇത് കൈവിട്ടു പോയാൽ പിന്നെ എന്ത് സന്താപാദിച്ചിട്ട് എന്താ ഭാഗ്യം. എന്നാൽ ഇന്ന് രാത്രി ഇതുണ്ടെങ്കിൽ എന്ത് വന്നാലും വിളിച്ചു പറയും, നൊടി നേരത്തേക്കുള്ള എന്റെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം എനിക്ക് ലഭിക്കാൻ ഹേതുവാകുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഈ രാത്രി ഈ ദൂത് സംസാരിക്കുമ്പോൾ രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എന്നോട് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികളോട് തന്നെ ദൈവാത്മാവ് ഇടപെടുന്നു. നീ ഇന്ന് രാത്രി നിൽക്കുന്നത് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കാമെങ്കിൽ ഉയർത്തിപ്പിടിക്കണം. നീ രാത്രി നിൽക്കുന്നത് പദവി തന്നവന്റെ മുൻപിലാണ്. നീ ഇന്ന് രാത്രി നിൽക്കുന്നത് സ്ഥാനം നൽകി തന്നവന്റെ മുൻപിലാണ്. നീ ഇന്ന് രാത്രി നിൽക്കുന്നത് നിന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവന്റെ മുൻപിലാണ്. നീ ഇന്ന് രാത്രി നിൽക്കുന്നത് കഴിഞ്ഞ അനർത്ഥത്തിൽ പോലും നിനക്ക് കിളച്ചു വളമിട്ടവന്റെ മുൻപിലാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവിനോടൊന്ന് ചോദിച്ചേ, ഇന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നാൽ എന്റെ സതേ അങ്ങയുടെ മുഖം എന്റെ നേരെ എങ്ങനെ ഇരിക്കും? പാപക്കറ എന്റെ ഉള്ളിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടോ? കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം എന്നീ വ്യാധമ വികാരങ്ങൾ എന്റെ ജഡത്തെ ഭരിക്കുന്നുണ്ടോ? എങ്കിൽ ക്യാൻസറിനേക്കാൾ മാരകമായ പാപവിഷം എന്റെ മേൽ ഭരിക്കുന്നുണ്ട്. എനിക്ക് ക്രൂശിലെ രക്തമല്ലാതെ മറ്റൊരു പരിഹാരത്തിന്റെ വഴിയില്ല. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ കർത്താവേ. ശബ്ദം ഉയർത്തി പറയുമോ? ആ കരങ്ങൾ ഉയർത്തി പറയുമോ? അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ കർത്താവേ. ഈ രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ രോഗശാന്തിക്ക് ഹോൾസെയിൽ എടുത്തോ. നിങ്ങളുടെ ഭൗതിക മുന്നേറ്റത്തിന് വേണ്ടി ലക്ഷണം പറയാനോ അല്ല ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളുടെ നിത്യത ഉറപ്പിക്കാനാണെങ്കിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്ന് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും? നരകത്തിയിൽ എരിയുന്ന വിറകാകുമോ നീ? ഇന്ന് രാത്രിയെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ കഴുകണേ യേശുവേ, എന്നെ കഴുകണേ യേശുവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ശബ്ദം ഉയരട്ടെ. എന്താ സഹോദരായി ജീവിതം? അയ്യോ, പല പ്രഭാഷകന്മാരും പ്രസംഗവേദിയിൽ കാട്ടിക്കൂട്ടുന്നത് കല്ലറയ്ക്കിപ്പുറം നേടിയെടുക്കാനുള്ള നേട്ടങ്ങൾ പ്രസംഗവേദി കച്ചവടം ചെയ്യുകയാണ്. ഞാൻ പറയാം, എന്തെല്ലാം നേടിയാലും രണ്ട് കരച്ചിലിനിടയിലുള്ള നെടുവീർപ്പ് മാത്രമാണ് ഈ ജീവിതം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങളുടെ സ്തോത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, എന്തെല്ലാം നേടിയാലും രണ്ട് കരച്ചിലുകൾക്കിടയിലുള്ള ഒരു നെടുവീർപ്പ് മാത്രമാണ് ഈ ജീവിതം. എന്നാൽ നിത്യത ക്രൂശ് മുഖാന്തരം സ്വന്തമാക്കിയാൽ അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യ പദവിയാണ്. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടയുന്ന രക്ഷകനിലേക്ക് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് നോക്കണം. 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നിസർപ്പ ധ്വംസനം ഏറ്റുവാങ്ങിയ യഹൂദൻ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട്
പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ രോഗശാന്തി വ്യാപരിക്കുമെങ്കിൽ ഇന്ന് രാത്രി രോഗശാന്തി മാത്രമല്ല, നിത്യജീവൻ പകരാൻ കാൽവറിയിൽ ഉയർത്തിയ ആ യാഗപീഠത്തിലേക്ക് 2 കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ കഴുകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാണ്. ആസാമിൽ പ്രളയം, നിരവധി മരണം, 130-ലധികം ആളുകൾ നമ്മുടെ രാജ്യത്ത് പ്രളയക്കെടുതിയിൽ മരിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ പ്രവചനാതീതമായി നീങ്ങുന്നു. കടൽ കയറി വരുമെന്നും മുല്ലപ്പെരിയാർ ദുരന്തം സംഭവിക്കുമെന്നും ഒക്കെ മുന്നറിയിപ്പുകൾ. ഇത് അവരാരും കൊടിയ പാപികളായതുകൊണ്ടല്ല, അവർക്കൊന്ന് കരയാൻ അവസരം കിട്ടിയില്ല. ആ കൈകൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു നിമിഷം ഒന്ന് തിരിയണം. ശ്രദ്ധിച്ച ഒരു നിമിഷം ഒന്ന് കണ്ണ് തുറക്കണേ, നെഞ്ചത്ത് കൈവച്ചോ. 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. ഉറങ്ങിക്കിടക്കാൻ കയറിയത് ഗാഠനിദ്രയിലാണ്, ഉണർന്നത് മണ്ണിനടിയിലാണ്. 85-ൽ ഭോപ്പാൽ വിഷവാതക ദുരന്തം. നിങ്ങൾ ഓർക്കണം, സുഖനിദ്രയ്ക്ക് കയറിയതാ, രാവിലെ ഉണർന്നില്ല. നമ്മുടെ സഹജീവികൾക്ക് ഇത് സംഭവിക്കുമ്പോൾ വേറൊരു രൂപത്തിലാകാം ഇത് നമ്മുടെ മുൻപിലെത്തുന്നത്. ഏത് സമയത്ത് വന്നാലും എന്റെ രക്ഷകന്റെ മുൻപിലെത്താൻ ഞാൻ തയ്യാറെന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ കഴുകാൻ കഴിവുള്ള രക്തമാണ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നത്. പാസ്റ്ററെ, ഈ ദൂതന് മുൻപിൽ ക്രൂശിനെ ഞാൻ അഭയം തേടുന്നു, എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയുമോ? വാ തുറക്കട്ടെ. ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി പറയുമോ? പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ കൈമാറുന്നു. ഏത് സമയം തിരുസന്നിധിയിലെത്തിയാലും കൈകളിൽ കറപറ്റാതെ എത്തത്തക്ക വിധം അവരെ കഴുകേണ്ടതിന് നിയമരക്തത്തിനകത്ത് ഞങ്ങൾ അവരെ പ്രാർത്ഥനയിൽ മുദ്ര വയ്ക്കുന്നു. അവരുടെ മേൽ കുഞ്ഞാടിന്റെ രക്തം കാവലായി തീരട്ടെ. നസറേയനായ യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.